ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഈ ആഘോഷമായ വീട് വെഞ്ചരിപ്പിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ നാഥനായ ജിൻസിന് വേണ്ടിയും അതുപോലെ തന്നെ മരീനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ എന്നും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ലോകാവസാനത്തോളം ഞങ്ങളോടുകൂടെ അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീതമായ സ്മരണ ഈ രൂപം ഞങ്ങളിൽ ഉളവാകട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് അരുളിച്ച മിശിഹായെ, അങ്ങയുടെ പക്കൽ നിരന്തരം അണയുവാൻ ഈ രൂപം ഞങ്ങൾക്ക് പ്രേരണയാകട്ടെ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകുമാറാകട്ടെ. ഈ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടുന്നവരുടെ ആശങ്കകൾ സ്വീകരിച്ച് അവരെ അങ്ങ് അനുഗ്രഹിക്കുകയും നന്മയിൽ നിലനിർത്തുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവ് മുഴുവൻ പറയുകയും ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ. ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കുവാൻ. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിധിക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റി പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? പ്രാർത്ഥനയും വഴി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ ഈ ഭവനത്തെ അങ്ങ് ആശീർവദിച്ച് പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും ചേർത്ത് എല്ലാവിധ പൈശാചികത്വങ്ങളെയും ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും മോചിതരും സംരക്ഷിതരുമായി തീരട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, തിരുക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം ജീവിതകാലം മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എപ്പോഴും എപ്പോഴും